റിന്യൂവബിൾ എനർജി സെക്ടറിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡ്. ബോറോസിൽ റിന്യൂവബിൾ കഴിഞ്ഞ ദിവസം 5.8% ഉയർന്ന് 570 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 600, 52 വീക്ക് ഹൈ 669. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി സ്റ്റോക്ക് 14% റിട്ടേൺ നൽകി. സ്റ്റോക്കിൻ്റെ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ നമ്മൾക്ക് 19% റിട്ടേൺ മാത്രമാണ് കാണാൻ സാധിക്കുക. 2022 വരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനി 2023 മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് മൂലമാണ് സ്റ്റോക്കിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 20%ലേക്ക് ചുരുങ്ങിയത്. 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 172% റിട്ടേൺ നൽകി. ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഇൻട്രാഡേയിൽ 11%, ക്ലോസിംഗ് ബേസിസിൽ 5% ഉയരാനുള്ള പ്രധാന കാരണം ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ ഗ്ലാസുകൾക്ക് മുകളിൽ ആൻറ്റി ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്ന് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് പ്രഖ്യാപിച്ചത് മൂലമാണ്. ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ ഗ്ലാസുകൾക്ക് മുകളിൽ ആൻറ്റി ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അംഗീകരിക്കുകയും ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് എന്ന ഇൻവെസ്റ്റിഗേഷൻ ആം ഈ ഇമ്പോർട്ടുകൾക്ക് മുകളിൽ ആൻറ്റി ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. കാരണം ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി ഇന്ത്യയിൽ സോളാർ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ്. ഓരോ ദിവസം കഴിയും തോറും പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. റീസെൻ്റ് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാന ന്യൂ എനർജി സോഴ്സായിട്ടാണ് സോളാർ എനർജിയെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 13 പ്രൈം മിനിസ്റ്റർ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യോജന വഴി ഓരോ വീടുകൾക്കും അല്ലെങ്കിൽ 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി പെർ മന്ത് എന്ന റേറ്റിൽ സൗജന്യമായി ഓരോ വീടുകൾക്കും നൽകാനാണ് പ്രൈം മിനിസ്റ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 75,000 കോടി രൂപയുടെ ചെലവ് വരുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇവിടെ 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി, അതായത് ഫ്രീ ആയി നൽകുന്ന 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും സോളാർ പവറിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ സോളാർ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ മികച്ച ബൈയിങ് മൊമെൻറ്റവും പെർഫോമൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2030 280 ജിഗാവാട്ട് സോളാർ എനർജി ജനറേറ്റ് ചെയ്യുക എന്നുള്ള അംബീഷ്യസ് ടാർഗറ്റും ഗവൺമെൻറ്റിന് മുകളിലുണ്ട്. ഇവിടെ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ ഗ്ലാസുകൾക്ക് മുകളിൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും. ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനി ഇന്ത്യയിൽ സോളാർ ഗ്ലാസ് നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ 75% റവന്യൂവും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. 25%-നടുത്തുള്ള റവന്യൂ എക്സ്പോർട്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നു. 2023 മോശം പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനി റീസെൻ്റ് ക്വാർട്ടറിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സെയിൽസ് 207 കോടിയിൽ നിന്നും 302 കോടിയിലേക്ക് ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് 16 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഓപ്പറേറ്റിംഗ് മാർജിൻ 14%-ൽ നിന്നും കമ്പനി 19%-ലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയർത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 16%-ൽ നിന്നും 19%-ലേക്കാണ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 17%, പ്രോഫിറ്റ് ഗ്രോത്ത് 17%, ROE 9%-നടുത്ത്. 903 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 208 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 70.18% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2%-ൽ നിന്നും 0.71%-ലേക്ക് ഇടിഞ്ഞിരുന്നു. അവിടെ നിന്നും ഡിസംബർ ക്വാർട്ടറിൽ FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.71-ൽ നിന്നും 0.78-ലേക്ക് ഉയർന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.39%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 27.65. ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് ഒരു സമയത്ത് 880 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. അവിടെ നിന്ന് 380-ലേക്ക് ഇടിയുകയും പിന്നീട് സ്റ്റോക്ക് 400-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഇപ്പോൾ 574-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭ്യമാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. KPI ഗ്രീൻ കഴിഞ്ഞ ദിവസം 5% ഉയർന്ന് 1475-നടുത്ത് ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.72. 52 വീക്ക് ഹൈ 1611, 52 വീക്ക് ലോ 260. 6 മാസം കൊണ്ട് 186% റിട്ടേണും 1 വർഷം കൊണ്ട് 380%-നടുത്ത് റിട്ടേണും നൽകിയ ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് KPI ഗ്രീൻ എന്ന കമ്പനി.
KPI ഗ്രീൻ എന്ന കമ്പനിക്ക് തുടർച്ചയായി സോളാർ പവർ പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ സെഗ്മെൻറ്റ് വഴി പൃഥ്വി ടെക്സ്റ്റൈൽസ് KPI ഗ്രീൻ എന്ന കമ്പനിക്ക് 1.5 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ ഓർഡർ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഏതർ ഇൻഡസ്ട്രീസിൻ്റെ സൈഡിൽ നിന്നും 15 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. ജനുവരി മാസത്തിൽ സ്കൈവിൻ പേപ്പർ ഇൻഡസ്ട്രീസിൽ നിന്നും 5 മെഗാവാട്ട് ശേഷിയും ശ്രീ വരുതി പേപ്പർ മിൽസിൽ നിന്നും 5.60 മെഗാവാട്ട് ശേഷിയുമുള്ള സോളാർ പവർ പ്രോജക്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓർഡറും KPI ഗ്രീൻ എന്ന കമ്പനിക്ക് ലഭിച്ചു. റീസെൻ്റ്ലി കമ്പനി ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. സെയിൽസ് 179 കോടിയിൽ നിന്നും 330 കോടിയിലേക്ക് ഉയർത്തുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 31% മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 34 കോടിയിൽ നിന്നും കമ്പനി 51 കോടിയിലേക്കാണ് ഉയർത്തിയത്. ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് 35 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് ഉയർത്തി. കമ്പനിയിൽ FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നു. 2.5% നിന്നും FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇപ്പോൾ 6% ഉയർന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2%. പ്രൊമോട്ടേഴ്സിന് 53% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 38% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യതയാണ്. 289 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 838 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 2.5%. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 122%, പ്രോഫിറ്റ് ഗ്രോത്ത് 187%, ROE 39%. 52 വീക്ക് ഹൈ ആയ 1600 നിന്നും സ്റ്റോക്ക് റീസെൻ്റ്ലി കറക്റ്റായി 1225 വരെ എത്തിയിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ 2 ദിവസമായി സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് വരികയും 1475 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്